ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പുളിയിഞ്ചി അഥവാ ഇഞ്ചിപ്പുളിയെന്നോ അല്ലെങ്കിൽ ഇഞ്ചിക്കറിയെന്നോ ഒക്കെ വിളിക്കാവുന്ന ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 1/4 കിലോ അളവിൽ ഇഞ്ചി ഇതേ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ശർക്കര എടുത്തിട്ട് ഞാൻ ഉരുക്കിയിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. കാര്യം എന്തെങ്കിലും പൊടി ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ 250-ൻ്റെ അളവിൽ പിഴിപുളിയില്ലേ, നമ്മുടെ സാമ്പാറിലൊക്കെ ചേർക്കുന്ന പിഴിപുളി എടുത്തിട്ട് അതിനെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അരിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി പാൻ ചൂടായി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഓണത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയോ? എങ്ങനെയാണ് ഇന്ന് എല്ലാവരും അടിച്ചു പൊളിക്കുവാണോ? ഇന്ന് തിരുവോണമല്ലേ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ശർക്കരയിൽ ഈ കല്ലും മണ്ണൊന്നും ഇല്ലയെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് അത് ഡയറക്റ്റായിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കിലോ അളവിനുണ്ട് കേട്ടോ ഇഞ്ചി. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായല്ലോ, അതും ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആദ്യമേ തന്നെ കൂടുതൽ ഇടണ്ട, നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നല്ലതുപോലെ ഇതിന്റെ കളറൊന്ന് മാറി വരുന്നത് വരെയും നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതിയാവും, കരിഞ്ഞു പോകരുത്. അപ്പൊ ഞാൻ ഇതിനൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് കാണിക്കാവേ. അപ്പൊ നമ്മൾ ഇഞ്ചി അതേ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും ചെറിയ ഉള്ളി എല്ലാം നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഇതിലെ അടുത്ത മെയിൻ താരം എന്ന് പറയുന്നത് നമ്മുടെ പുളിയാണ്, പിഴിപുളിയാണ്. അപ്പൊ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോ ഒരു 2 കപ്പ് അളവില് പുളിയുണ്ട് കേട്ടോ. ഇനി ഇത് ഇതിന്റെ അകത്ത് കിടന്നിട്ട് നല്ലതുപോലെ കുറുകി വരണം. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് കുറച്ചുകൂടെ ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. നല്ലതുപോലെ ഇതിനെ യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഓണത്തിന് പുളിയിഞ്ചി തയ്യാറാക്കി നോക്കുക. തയ്യാറായി നോക്കിയിട്ട് ഇഷ്ടമായാൽ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക, ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ 2 സെക്കൻഡ് വരെ നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പൊടിയെല്ലാം നല്ലതുപോലെ മിക്സാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായല്ലോ, അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ പൊടിച്ച് ശർക്കര എടുത്തിട്ട് അതിനെ ഉരുക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഇനി കുറച്ച് നേരം ഇത് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം.
നല്ല ഉലച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റവെല്ലാം ഓഫ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഓണത്തിന് എല്ലാവരും പുളി ഇഞ്ചി ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ? അപ്പോൾ കാണുമ്പോൾ തന്നെ കണ്ടോ, നല്ലൊരു കഴിക്കാനായിട്ടൊരു തോന്നുന്നില്ലേ നിങ്ങൾക്ക് കണ്ടിട്ട്? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാനും മടി കാണിക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ തീർന്നിരിക്കുന്നു. ഓക്കെ, താങ്ക്